നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭത്തിൽ ആടിയുലഞ്ഞ കെ.പി. ശർമ്മ ഒലി സർക്കാർ 4 മന്ത്രിമാരുടെ രാജിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നാടുവിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് 6 മണിക്ക് സർവകക്ഷി യോഗം ചേരും. പ്രധാനമന്ത്രിയുടെ വീടിന് സമീപം നടന്ന വെടിവയ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വീടിന് പ്രക്ഷോഭകർ തീവെച്ചു. കാഠ്മണ്ഡുവിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നേപ്പാളിലെ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ്. അഭിലാഷ്, അവിടെ പ്രതിഷേധം ആളിക്കത്തുകയാണല്ലോ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, നിലവിൽ 4 മന്ത്രിമാരാണ് കെ.പി. ഒലി ശർമ്മ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. അതിൽ ഹോം മിനിസ്റ്റർ രമേശ് ലേഖാക്, കൃഷിമന്ത്രി രാംനാഥ് അധികാരി, അതുപോലെ ആരോഗ്യമന്ത്രി പ്രദീപ് പൗഡേൽ, ജലവിഭവ വകുപ്പ് മന്ത്രി പ്രദീപ് യാദവ്, ഇങ്ങനെ 4 പേർ ഇതിനോടകം തന്നെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി ദുബായിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. എല്ലാ പാർട്ടിക്കാരും ചേർന്നിട്ട് രാജ്യത്തെ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. അതിനായി എല്ലാവരും സഹകരിക്കണമെന്നും അതുപോലെ തന്നെ പ്രക്ഷോഭകർ സംയമനം പാലിച്ച് സമരത്തിൽ നിന്നും പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. പ്രക്ഷോഭകരുടെ ആവശ്യപ്രകാരം 26 സമൂഹ മാധ്യമങ്ങളെയും ബാൻ ചെയ്ത നടപടി താത്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവും വന്നിട്ടുണ്ട്. ട്വിറ്റർ, വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളെല്ലാം നേപ്പാളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്രക്ഷോഭകർ ഒരു തരത്തിലും അടങ്ങുന്ന ലക്ഷണമില്ല. ഇന്നലെ മാത്രം 20 പേരാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടത്. 20 യുവാക്കൾ കൊല്ലപ്പെട്ടു. 300ഓളം പേർക്ക് പരിക്കേറ്റു. ആ ഒരു സാഹചര്യത്തിൽ കെ.പി. ഒലി ശർമ്മ സർക്കാർ രാജിവെക്കണം, ക്യാബിനറ്റ് പിരിച്ചുവിടണമെന്നുള്ള ആവശ്യമാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകൾ ആക്രമിച്ചു കയറി പ്രക്ഷോഭകർ തീവെച്ചു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സർക്കാരിനുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി കെ.പി. ഒലി ശർമ്മയുടെ സ്വകാര്യ വസതിയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഗുരുതരമായ വാർത്തയോട് പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ നേപ്പാളിന്റെ എല്ലാ തരത്തിലുള്ള സമാധാനങ്ങളും നഷ്ടമായിരിക്കുന്നു. കാഠ്മണ്ഡു ആകെ സംഘർഷഭരിതമായിരിക്കുകയാണ്. കാഠ്മണ്ഡുവിൽ അനിശ്ചിതകാലത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ.പി. ഒലി ശർമ്മ നാടുവിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. സംഘർഷം തുടരുകയാണെങ്കിൽ, വലിയ രീതിയിലുള്ള സംഘർഷം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ കെ.പി. ഒലി ശർമ്മ രാജിവെച്ച് പുറത്തു പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അത്തരത്തിൽ വലിയ സൈന്യത്തിനും പോലും പ്രക്ഷോഭകരെ തടയാൻ കഴിയുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സൈനികർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പ്രക്ഷോഭകരിൽ നിന്നുണ്ടാവുന്നുണ്ട്. 36-കാരനായിട്ടുള്ള സുഡാൻ ഗുരുങ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രക്ഷോഭങ്ങൾ നടത്തി വരുന്നത്. അതൊരു ഹമി നേപ്പാൾ എന്ന് പറയുന്ന ഒരു NGO ആണ്. ഈ NGOയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകരെ ഒത്തുചേർക്കാനും ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം കാഠ്മണ്ഡുവിൽ നടത്താനും കഴിഞ്ഞത്. ആ പ്രക്ഷോഭകരാണ് ഇപ്പോൾ 20 പേർ കൊല്ലപ്പെട്ടതോടുകൂടി, സൈന്യത്തിന്റെ ഇടപെടൽ വന്നതോടുകൂടി ആ ഒരു സമരം ഒരു പ്രക്ഷോഭമായി മാറുകയും രാജ്യത്ത് വലിയ രീതിയിലുള്ള സമരവും അക്രമവും നടക്കുന്നത്. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് കെ.പി. ഒലി ശർമ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള അഴിമതിയുണ്ട്. അഴിമതി സർക്കാർ ഇനി തുടരാൻ പാടില്ല. ഈ അഴിമതി പുറത്തു വരാതിരിക്കാനാണ് സമൂഹ മാധ്യമങ്ങൾ അവർ താൽക്കാലികമായെങ്കിലും നിരോധിച്ചത്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ നികുതിദായകർ നൽകുന്ന പണം സർക്കാരും സർക്കാരിന്റെ മന്ത്രിമാരും അവിടുത്തെ ആ മന്ത്രിമാരുടെ മക്കളും അനുഭവിച്ചു പോരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നികുതിദായകർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം മക്കൾക്ക് എല്ലാം നൽകുന്ന മന്ത്രിമാർ രാജ്യത്തിന് ആവശ്യമില്ല. അവർ എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളൊരു ആവശ്യമാണ്. അതാണ് അഭിലാഷ്, ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അത് മാറ്റിയപ്പോൾ ഈ പ്രക്ഷോഭം അവസാനിക്കും എന്നൊക്കെ അവർ കരുതിയിരുന്നോ? അല്ലെങ്കിൽ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ഒരു ശ്രമം? പലയിടത്തും അഭിലാഷ് പറഞ്ഞതുപോലെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പ്രക്ഷോഭം ആളിക്കത്തുകയാണല്ലോ. ഇന്നലത്തെ ആ ഒരു സമരം എന്ന് പറയുന്നത് വളരെ യുവാക്കളുടെ സമരമാണ്. അത് പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് സർക്കാർ കരുതിയിരുന്നത്. എന്നാൽ വിചാരിച്ചിടത്തു നിന്നില്ല, അത് വലിയൊരു പ്രക്ഷോഭമായി മാറി. ഈ പ്രക്ഷോഭമായി മാറിയതോടെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ഈ ആപ്പുകളെ ബാൻ ചെയ്ത നടപടി സർക്കാർ പിൻവലിച്ചു. എല്ലാ ആപ്പുകളും മണിക്കൂറുകൾക്ക് തന്നെ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങി. എന്നാൽ അവിടെ ഒന്നും പ്രക്ഷോഭം അവസാനിച്ചില്ല. രാജ്യത്ത് വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത്. ഈ അഴിമതി മറച്ചു വെക്കാനുള്ള നടപടികളാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിലൊന്നും
തങ്ങൾ വഴങ്ങില്ല, ബാൻ ചെയ്ത ആപ്പുകൾ തിരിച്ചു കൊണ്ടുവന്നതിൽ പ്രക്ഷോഭം ഒതുങ്ങില്ല, എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോവുക, സർക്കാർ പിന്നോട്ട് പോവുക, അഴിമതി സർക്കാർ രാജ്യത്തിന് വേണ്ട എന്നുള്ളൊരു നിലപാടിൽ പ്രക്ഷോഭകർ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 4 മന്ത്രിമാർക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നത്. സൈന്യത്തെ ഇറക്കി പ്രക്ഷോഭകരെ ഒന്ന് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും ആ നീക്കം പരാജയപ്പെടുന്ന സ്ഥിതിയാണ് കാണുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രക്ഷോഭകർ സൈന്യത്തിന് നേരെ കല്ലും മറ്റും ഉപയോഗിച്ച് അവരെ എറിയുന്നതും സൈന്യം പ്രക്ഷോഭകരിൽ നിന്ന് ഓടി ഒളിക്കുന്നതുമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത്. പ്രസിഡന്റിന്റെ വസതി അടക്കം അടിച്ചു തകർക്കുകയും അവിടെ തീവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു തരത്തിലും സർക്കാരിന് ഒതുക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു സമരമായി ഇത് മാറിയില്ല. പകരം കയ്യിൽ നിൽക്കാത്തൊരു സമരമായി മാറി. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വാർത്തകൾ കവർ ചെയ്യുന്നുണ്ട്. UN-ഉം UK-യും അതുപോലെ അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചെത്തി. ഇന്ത്യയിലെ നേപ്പാളിലെ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ ഉത്തർപ്രദേശും ഡാർജിലിംഗും അടക്കമുള്ള പ്രദേശങ്ങളിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത ഇന്ത്യയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ KP ഒലി ശർമ്മ സർക്കാർ വളരെ ചെറിയ രീതിയിൽ നടത്തിയ ഒരു നീക്കം രാജ്യത്ത് പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ വാർത്താവിനിമയ മന്ത്രാലയവുമായി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പരാജയപ്പെട്ട 26 ആപ്പുകളെ ബാൻ ചെയ്ത ഒരു നടപടിയിൽ നിന്നാണ് ഇത്തരത്തിൽ രാജ്യത്ത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കലാപമായി അത് മാറിയത്. കാഠ്മണ്ഡുവിൽ നിരോധനാജ്ഞ നടക്കുകയാണ്. അവിടെ 4-5 പേരിൽ കൂടുതൽ കൂട്ടം കൂടിയാൽ കരുതൽ തടങ്കലിൽ അടയ്ക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. എന്നാൽ അത്തരം നടപടികൾക്കൊന്നും പ്രക്ഷോഭകരെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശക്തിയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കാഠ്മണ്ഡുവിൽ തടിച്ചുകൂടി മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വീടുകൾ അതിക്രമിച്ചു കയറി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ വീടിന്റെ സമീപം അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ സൈന്യം വെടിവെച്ചു. 2 പേർക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ വൈകുന്നേരം 6 മണിക്ക് ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം പ്രധാനമന്ത്രി KP ഒലി ശർമ്മ ദുബായിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ സർവകക്ഷി യോഗത്തിലൊന്നും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. KP ഒലി ശർമ്മ രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരം